തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും യുവതിയെ തള്ളിയിട്ടോ കൊലപാതക ശ്രമം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നാണ് ആ യുവതിക്ക് നേരെ ഇത്രയും വലിയൊരു ക്രൂരതയുണ്ടായിരിക്കുന്നത്. ഏത് ലഹരിയുടെ പുറത്തായാലും ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടാക്കുന്ന അതിക്രമങ്ങൾ, ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊന്നും വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. അത്തരത്തിൽ വലിയ ശിക്ഷാ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. തീർച്ചയായും മാതൃകാപരമായ ശിക്ഷ ഇത്തരക്കാർക്ക് ലഭിച്ചില്ലെങ്കിൽ ഇനിയും ഇത് വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചാണ് സാധാരണഗതിയിൽ ആഴ്ചയുടെ അവസാന ദിനമാണ്. നാളെ മുതൽ വീണ്ടും വർക്കിംഗ് ഡേയ്സ് ആരംഭിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ജോലി സ്ഥലത്തേക്ക് എത്താനുള്ള വ്യഗ്രതയിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ സഞ്ചരിക്കുന്നവർ ധാരാളമുള്ള നമ്മുടെ നാടാണ്. അതിനാൽ തന്നെയായിരിക്കണം ഈ യുവതികളും ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റ് തന്നെ തിരഞ്ഞെടുത്തത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി തിരുവനന്തപുരത്തേക്കാണ് പെൺകുട്ടികൾ യാത്ര ചെയ്തത്. വർക്കല പിന്നിട്ട ശേഷമാണ് ഇത്തരത്തിലൊരു അതിക്രമം ഈ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നത്. നേരത്തെ ആലുവയിൽ നിന്നാണ് ഈ പെൺകുട്ടികൾ ട്രെയിനിൽ കയറിയത്. എന്നാൽ അതിനു മുൻപ്, അതായത് ആലുവയിൽ നിന്ന് വർക്കലയിൽ എത്തുന്നവരെ ഏതെങ്കിലും തരത്തിലുള്ള ശല്യമോ പ്രകോപനമോ ഒച്ചപ്പാടുകളോ ഒന്നും ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ അപകടം സംഭവിച്ച പെൺകുട്ടിയുടെ കൂടെ സഞ്ചരിച്ചിരുന്ന പെൺകുട്ടി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനുമാനിക്കുന്നത്, ഈ വർക്കല സ്റ്റേഷന് തൊട്ട് മുൻപുള്ള അതല്ലെങ്കിൽ വർക്കലയിൽ നിന്ന് തന്നെ ആകണം ഈ പ്രതി ട്രെയിനിൽ കയറിയിട്ടുണ്ടാകുക. ഈ ട്രെയിനിൽ കയറി ഉടൻ തന്നെ ആയിരിക്കണം ഈ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം ഉണ്ടായത്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നേരത്തെ പ്രകോപനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മദ്യപിച്ച ആളാണ്. സ്വാഭാവികമായും ശല്യപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബഹളം വയ്ക്കുകയോ ട്രെയിനിൽ വഴക്കുണ്ടാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് മറ്റ് സഹയാത്രികരുടെ ശ്രദ്ധയിൽപ്പെടാനും അത് റെയിൽവേ പോലീസിനെ അറിയിക്കാനും ഉചിതമായ നടപടികളിലേക്കൊക്കെ അവിടെ കടക്കേണ്ട സമയമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിക്കാത്ത സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്നായിരിക്കണം പ്രതി ഈ ട്രെയിനിലേക്ക് കയറി സ്വാഭാവികമായും സീറ്റിൽ പോയി ഇരിക്കാതെ അവിടെ ട്രെയിനിൻ്റെ ഡോർ ഭാഗത്ത് തന്നെ പ്രതി നിന്നതാകണം. ആ സമയത്താകണം ഈ പെൺകുട്ടികൾ വാഷ്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റതും അവിടെ ഒരാൾ വാഷ്റൂമിൽ പോയി വന്ന് മറ്റേയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യത്തിലാകണം ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഒരാക്രമണം ഉണ്ടാകുന്നത്. ആ രീതിയിലാണോ പെൺകുട്ടിയുടെ പ്രതികരണം? കാരണം നേരത്തെ ഏതെങ്കിലും കുറേ മുൻപേയുള്ള സ്റ്റേഷനുകളിലായിരുന്നെങ്കിൽ, അതെങ്കിൽ ഈ മദ്യലഹരിയിലായിരുന്ന ഒരാൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോൾ സാധാരണഗതിയിൽ മറ്റു യാത്രികരെല്ലാവരും എന്തായാലും അത് ശ്രദ്ധിക്കും. നമ്മളെല്ലാവരും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നവരാണ്. ദീർഘദൂര യാത്ര വരെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ട്രെയിൻ കമ്പാർട്ട്മെൻറ്റുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ മറ്റു സഹയാത്രികർ തീർച്ചയായും അതിനോട് പ്രതികരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ നിന്നായിരിക്കണം പ്രതി കയറിയത്. സീറ്റിൽ പോയി ഇരിക്കാതെ ഡോർ ഭാഗത്ത് തന്നെ നിന്നിട്ടുണ്ടാകണം. പെൺകുട്ടികൾ വാഷ്റൂമിൽ പോയി വരുന്ന സമയത്ത് എന്താണ് അയാളെ ആ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലൂടെ തന്നെ മാത്രമേ വ്യക്തമാകുള്ളൂ. അത് നമ്മൾക്കിപ്പോഴും അജ്ഞാതമാണ് അതിന് പിന്നിലുള്ള കാരണം. എന്തായാലും പ്രകോപനപരം ഇല്ലാതെ, പെൺകുട്ടികളുടെ ഭാഗത്ത് യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ഇയാൾ അങ്ങോട്ട് കയറി ആക്രമിക്കുകയായിരുന്നു എന്ന് തന്നെയാണോ ഈ പെൺകുട്ടികൾ പറയുന്നത്? നേരത്തെ ഒരു ആക്രമണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ആ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണോ ആ പെൺകുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനസ? തീർച്ചയായും അത് തന്നെയാണ് വിനിഷ. യാതൊരു പ്രകോപനവുമില്ലാതെ അല്ലെങ്കിൽ അതൊരു വാക്ക് തർക്കം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അക്രമം മദ്യപിച്ചെത്തിയ ഒരാളിൽ നിന്നും ഉണ്ടാകുന്നത്. ഈ പ്രതിയെ ഉടൻ തന്നെ ചോദ്യം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ പ്രതിയുടെ വൈദ്യപരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും യുവതിയുടെ ചികിത്സയും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് യുവതി ഉള്ളത്. തിരുവനന്തപുരം സ്വദേശി ഗീത എന്ന പേരുള്ള യുവതിയാണ് ഇത്തരത്തിൽ ഒരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ പ്രതിയായ ഈ പനച്ചമൂട് സ്വദേശി സുരേഷ് ആക്രമിച്ചത്. ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റിലെ വാതിലിനടുത്തു നിന്ന യുവതിയെ
ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രകോപനവുമില്ലാതെ നടുവിൽ ചവിട്ടി തള്ളിയിടുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. വർക്കല അയന്തി ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം ആ യുവതിക്ക് നേരിടേണ്ടി വന്നത്. യുവതിയും അതോടൊപ്പം തന്നെ സഹയാത്രികയായ മറ്റൊരു യുവതിയും വാഷ്റൂമിൽ അല്ലെങ്കിൽ ശുചിമുറിയിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മറ്റേ സഹയാത്രികയുടെ പ്രതികരണത്തിൽ നിന്നും അത് വ്യക്തമായിരുന്നു. യുവതി പറഞ്ഞത് ഇത്തരത്തിൽ വാഷ്റൂമിൽ നിന്നും പോയി വരുമ്പോഴാണ് ഇത്തരത്തിലൊരു അക്രമം നടക്കുന്നത്. അതായത് ഗീത എന്നു പേരുള്ള യുവതിയെ ഈ പ്രതി സുരേഷ് കാരണമില്ലാതെ നടുവിനെ ചവിട്ടി തള്ളിയിടുന്നത് കണ്ടത്. അതിന് പിന്നാലെ ഈ സഹയാത്രികയെ കൂടി ഈ പ്രതി ഉപദ്രവിക്കാൻ നീങ്ങി എന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം കൂടി പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ പെൺകുട്ടിയിൽ നിന്നും ലഭിച്ച വിവരം എന്ന് പറയുന്നത്. തന്നെയും ഉപദ്രവിക്കാൻ നോക്കി അല്ലെങ്കിൽ തള്ളിയിടാൻ നോക്കി എന്ന് ആ യുവതി പറയുന്നുണ്ട്. എന്താണ് കാരണം എന്നത് ഇതുവരെയും വ്യക്തമല്ല. മദ്യപിച്ച നിലയിലാണ് ഈ പ്രതി ഉള്ളത്. മദ്യലഹരിയിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു അക്രമം എന്നത് മാത്രമാണ് നിലവിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം എന്ന് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിയോട് തന്നെ ചോദിച്ചപ്പോൾ പ്രതി മദ്യപിച്ചിട്ടില്ല, ഇവർ പറയുന്നതിൽ കാര്യമില്ല, മാത്രമല്ല ഭ്രാന്താണ് എന്നതടക്കമുള്ള പ്രതികരണമാണ് പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. ഏതായാലും തീർച്ചയായും ഇതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇത്തരത്തിൽ പെൺകുട്ടികൾ ഈ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അക്രമം നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതി ഏറെ നാളുകൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയും അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെയും തന്നെ ഉണ്ടായിരുന്നത്. അതിന് ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും അത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായിരിക്കുകയാണ്. ഇത് തീർച്ചയായും ഗുരുതരമായ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഭീഷണി നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതി വിശേഷം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും എന്തിനാണ് ഈ പ്രതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. തീർച്ചയായും തുടർ നടപടിയുടെ ഭാഗമായാണ് പോലീസ് നിലവിൽ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം പോർട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്തേക്കുള്ള അതായത് കേരള എക്സ്പ്രസ് ട്രെയിനിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വർക്കല അയന്തി ഭാഗത്തു നിന്നാണ് ഈ ഒരു അക്രമം യുവതി നേരിട്ടത്. യുവതി അതോടൊപ്പം തന്നെ സഹയാത്രികയും ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു എന്നതാണ് ഈ സഹയാത്രികയിൽ നിന്നും ലഭിച്ച വിവരം എന്ന് പറയുന്നത്. ഈ രണ്ട് യുവതികളും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നും പറയുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ സഹയാത്രികയും വളരെ ഭയപ്പെട്ട സ്ഥിതിയിലാണ് ഉള്ളത്. പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആ യുവതിയും എത്തപ്പെട്ടു. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നാണ് യുവതികൾക്ക് ഇത്തരത്തിലുള്ള ഒരു അക്രമം നേരിടേണ്ടി വരുന്നത്. തീർച്ചയായും അതിവേഗത്തിൽ ഓടുന്ന ട്രെയിനാണ്, അതിൽ നിന്നും തള്ളിയിടുന്ന ഒരു ശ്രമം ഉണ്ടാകുന്നു. ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഈ യുവതിക്ക് പറ്റിയിട്ടുള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മുഖത്തും നെറ്റിയിലും ഉൾപ്പെടെ പരിക്ക് പറ്റുന്ന രീതി, അതായത് നടുവിന് ചവിട്ടി തള്ളിയിടുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായും ഇതിൽ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെയും തന്നെ പോലീസ് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഏതായാലും വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. വിനിഷ.